ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്ന ഭാഗം ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ജി എസ് ടി എന്ന ഭാഗമാണ്. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ജി എസ് ടി എന്ന ചാപ്റ്റർ നമ്മൾ കുറച്ച് സമ്മറൈസ് ചെയ്തിട്ട് ഏറ്റവും ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പം വളരെ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രൂപത്തിലുമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്കിപ്പം നിലവിൽ ഇന്ത്യയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ടാക്സ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇന്ത്യയിലെ ടാക്സ് സ്ട്രക്ചർ ഇപ്പം നിലവിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്നും എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ പെടുന്നതാണ് ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡയറക്റ്റ് ടാക്സിൽ ഇൻകം ടാക്സും വെൽത്ത് ടാക്സും ആണുള്ളത്. അതിൽ ജി എസ് ടിയെ രണ്ട് സിറ്റുവേഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തത് ഇന്റർ സ്റ്റേറ്റ് എന്നും രണ്ടാമത്തത് ഇൻട്രാ സ്റ്റേറ്റ് എന്നുമാണ്. അപ്പോൾ എന്താണ് ഈ ഇന്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റും? ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ നടക്കുന്ന സമയത്ത് ഇന്റർ സ്റ്റേറ്റ് എന്നാ പറയാം. അപ്പോൾ രണ്ട് സ്റ്റേറ്റിലെ ആളുകളാണ് സപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കോഴിക്കോടുള്ള ആളും അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരാളിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നതെന്ന് കരുതുക. അങ്ങനെ സാധനം വാങ്ങിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചുമത്തുന്ന ടാക്സ് IGST ആയിരിക്കണം. കാരണം അത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ IGST എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. ദെൻ ഇൻട്രാ സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കോഴിക്കോടുള്ള ആള് മലപ്പുറത്തുള്ള ആളുമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ നടക്കുന്നത്, ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. വിത്തിൻ ദ സ്റ്റേറ്റ് ആയിരിക്കും ട്രാൻസ്ഫർ. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ ആ സപ്ലൈക്ക് ടാക്സ് ചെയ്യുന്നത്, GST ടാക്സ് ചെയ്യപ്പെടുന്നത് രണ്ട് ടാക്സുകളായിട്ടാണ് വാങ്ങിക്കുക. അല്ലെങ്കിൽ GST രണ്ടായിട്ട് തരംതിരിച്ചിട്ടാണ് വാങ്ങിക്കാം. CGST എന്നും SGST എന്നും. CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് പോവുകയാണ്. അതിൻ്റെ കൂടുതൽ ഡിസ്കഷനും അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ റേറ്റുകളാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത്. ആദ്യം നമുക്ക് GST മോഡലിനെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെ GST മോഡലാണ് നിലവിലുള്ളത് വ്യത്യസ്ത രാജ്യങ്ങളിൽ? ഇന്ത്യയിൽ ഏത് GST മോഡലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഇപ്പോൾ GST മോഡലുകളിൽ ആദ്യത്തേത് നാഷണൽ GST എന്ന് പറഞ്ഞ GST മോഡലുണ്ട്. ആ GST മോഡലിൽ ടാക്സ് ലെവീഡ് ബൈ സെൻറ്റർ വിത്ത് പ്രൊവിഷൻസ് ഫോർ റവന്യൂ ഷെയറിംഗ് വിത്ത് പ്രൊവിൻസസ് ഓർ സ്റ്റേറ്റ്. ഇവിടെ സ്റ്റേറ്റുമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അവരുടെ റവന്യൂ ഷെയർ ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും മുഴുവൻ ടാക്സും വാങ്ങിക്കുക. അങ്ങനെയുള്ള GSTയെ നാഷണൽ GST എന്ന് പറയും. സോ നാഷണൽ GST നടപ്പിലാക്കിയിട്ടുള്ളത് ഓസ്ട്രേലിയ, ചൈന പോലുള്ള രാജ്യങ്ങളാണ്. ഇനി സ്റ്റേറ്റ് GSTയുടെ കാര്യം നോക്കാം. സ്റ്റേറ്റ് GST ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ലെവീഡ് ബൈ പ്രൊവിൻസ് ഓർ സ്റ്റേറ്റ്. സ്റ്റേറ്റോ പ്രൊവിൻസുകളോ ആയിരിക്കും ടാക്സ് ലെവി ചെയ്യുക. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇവിടെ ടാക്സ് ലെവി ചെയ്യാൻ ഉണ്ടാകില്ല, മറിച്ച് സംസ്ഥാനങ്ങളായിരിക്കും ടാക്സ് ഈടാക്കുന്നത്. വാറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സിസ്റ്റത്തിൽ വാറ്റ് മാത്രമായിരുന്നെങ്കിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനങ്ങളാണ് വാറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിന് നമുക്ക് സ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയാം. സ്റ്റേറ്റ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ മാത്രമാണ് ടാക്സ് വാങ്ങിക്കുന്നതെങ്കിൽ അത് സ്റ്റേറ്റ് GST ആണ്. USA ഇങ്ങനെ ഒരു GST ആണ് നടപ്പിലാക്കിയിട്ടുള്ളത്. സംസ്ഥാനങ്ങളാണ് GST വാങ്ങിക്കുന്നത്. ദെൻ നോൺ കൺകറന്റ് ഡുവൽ GST. ഇത് ഒരു ഡുവൽ GST മോഡലാണ്. അവിടെ സെൻട്രൽ ഗവൺമെൻറ്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ടാക്സ് കളക്ട് ചെയ്യും. ഈ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഓൺ ഗുഡ് സർവീസ് ആയിരിക്കും. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഗുഡ്സ് ആയിരിക്കും. ഗുഡ്സിൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സർവീസിൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റും വാങ്ങിക്കുന്ന രീതിയാണ് നോൺ കൺകറന്റ് ഡുവൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിൽ മുൻപ് ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഗുഡ്സിൻ്റെ മുകളിൽ വാറ്റ് ചുമത്തുകയും സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുകയും ചെയ്യുന്ന രീതിയായിരുന്നു. അത് GSTയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നോൺ കൺകറന്റ് ഡുവൽ GST മെത്തേഡാണ് നിലവിലുണ്ടാകുക. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു മെത്തേഡല്ല കൊണ്ടുവന്നിട്ടുള്ളത്. കൺകറന്റ് ഡുവൽ GST മെത്തേഡാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ ഈ കൺകറന്റ് ഡുവൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടാക്സ് ലെവീഡ് ബൈ സെൻറ്റർ
ആൻഡ് സ്റ്റേറ്റ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മുകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുമിച്ച് ടാക്സ് ചുമത്തുന്ന രീതിയാണ് കൺകറന്റ് ഡുവൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗുഡ്സ് ആയാലും സർവീസ് ആയാലും ടാക്സ് ചുമത്തുക ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ കൂടി ഒരുമിച്ചിട്ടായിരിക്കും. ദെൻ ഇത് ബ്രസീൽ, കാനഡ പോലുള്ള രാജ്യങ്ങളും ഇന്ത്യയും ഫോളോ ചെയ്യുന്നത് ഈ മോഡലാണ്. അപ്പം ഇങ്ങനെ 4 മോഡലുകൾ ഉണ്ട് എന്ന് ആദ്യം നമ്മൾ അറിയണം. അതിൽ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് കൺകറന്റ് ഡുവൽ GST മോഡലാണ്. ഇനി ഇതിൽ നമുക്ക് GST മോഡൽ ഫോർ ഇന്ത്യ, നമ്മുടെ ഫോളോ ചെയ്യുന്ന GST മോഡലിന് ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാം. CGST എന്ന് പറഞ്ഞ GST നമ്മൾ CGST എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, SGST എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതേപോലെ IGST എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ക്ലാസിഫിക്കേഷൻ കൂടി വരാനുണ്ട്, UTGST എന്നുള്ളത്. നമുക്ക് കൂടുതൽ പറയാം. CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. അപ്പോൾ CGST എപ്പോഴാണ് കളക്ട് ചെയ്യാം, SGST എപ്പോഴാണ് കളക്ട് ചെയ്യാം? SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു UTGST എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് കൂടി വരാനുണ്ട്. UTGST എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇനി IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇതൊക്കെ എപ്പോഴാണ് കളക്ട് ചെയ്യുക, ആരാണ് കളക്ട് ചെയ്യുക, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. CGST അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. SGST അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അതേപോലെ IGST ആണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇത് ഏതൊക്കെ ഒക്കേഷൻസിലാണ് ഈ ഓരോ ടാക്സുകളും കളക്ട് ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടാക്സസ് വിച്ച് ഷാൽ ബി ലെവീഡ് ആസ് പെർ പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈൻ്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് ഈടാക്കുന്നത്. എന്തായി പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് സപ്ലൈ ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലേസ് ഓഫ് സപ്ലൈ തീരുമാനിക്കുക. അപ്പോൾ ഈ സപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്, പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളത് കുറേ വലിയ ടേമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഭാവിയിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സപ്ലൈ ആണോ, സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സപ്ലൈ ആണോ എന്ന് മനസ്സിലാക്കാനാണ് പ്ലേസ് ഓഫ് സപ്ലൈ ഉപയോഗിക്കുന്നത് എന്ന് പ്രിലിമിനറി നോളജ് ഉണ്ടാക്കി വെക്കുക. ദെൻ പ്ലേസ് ഓഫ് സപ്ലൈ അടിസ്ഥാനത്തിലാണ് ടാക്സ് ലെവി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏത് ടാക്സ്, CGST ആണോ SGST ആണോ തീരുമാനിക്കുക, CGST SGST ആണോ ചുമത്തേണ്ടത്, IGST ആണോ ചുമത്തേണ്ടതെന്ന് തീരുമാനിക്കുക പ്ലേസ് ഓഫ് സപ്ലൈൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ IGST ആണെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിരിക്കും നടക്കുന്നത്. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ സപ്ലൈ നടക്കുന്ന സമയത്ത് IGST എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ടാക്സ് കളക്ട് ചെയ്യും. ആ ടാക്സ് പിന്നീട് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് അവരുടെ ഓഹരി പ്രകാരം വീതം വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് IGST കളക്ട് ചെയ്യുമ്പോഴുള്ളത്. ഇനി വിത്തിൻ ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇൻട്രാ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആണ്, 2 സ്റ്റേറ്റുകൾ തമ്മിലായിരിക്കും. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ട്രാൻസാക്ഷൻ നടക്കുക. അങ്ങനെയാണെങ്കിൽ CGST SGST എന്ന് പറഞ്ഞിട്ടായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുക. GST കളക്ട് ചെയ്യപ്പെടുക CGST SGST എന്ന് പറഞ്ഞിട്ട് 2 മാർഗങ്ങളിലായിട്ട്, അല്ലെങ്കിൽ 2 ടാക്സ് കളക്ഷൻ സോഴ്സസിലാണ് കളക്ട് ചെയ്യുക. ഒന്ന് CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും, SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും ആണ്. ഇതിൽ SGST സ്റ്റേറ്റ് ഗവൺമെന്റിന് പോകും, CGST സെൻട്രൽ ഗവൺമെന്റിനും പോകും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ ആ ബില്ലിൽ CGST SGST എന്ന് പറഞ്ഞിട്ട് 2 ബില്ല് ഉണ്ടാവും. ബില്ല് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബില്ലിൽ ഈ ഇങ്ങനെ 2 ടാക്സുകൾ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏത് പ്രൊഡക്റ്റിൻ്റെ വിത്തിൻ ദ സ്റ്റേറ്റ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്തും കൂടുതൽ ബില്ലുകളും കാണാൻ CGST SGST എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഒരു പ്രൊഡക്റ്റിൻ്റെ വില 18% ആണെങ്കിൽ അതിൽ CGST 9% ആയിരിക്കും, SGST 9% ആയിരിക്കും. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സിനെ കൃത്യമായിട്ട് സംസ്ഥാനവും സെൻട്രൽ ഗവൺമെൻറ്റും വീതം വെച്ചെടുക്കുന്ന രീതിയാണ് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ഉള്ളത്. അതിൽ CGST ആയിട്ട് പോവുക ആ പെർസെൻറ്റേജിൻ്റെ പകുതിയായിരിക്കും, SGST ആയിട്ട് പോവുക ആ പെർസെൻറ്റേജിൻ്റെ പകുതിയായിരിക്കും. അത്രയും വരുമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും പോകും. എന്നാൽ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ IGST ആയിട്ട് കളക്ട് ചെയ്തിട്ട് ആ മുഴുവനും 19% IGST ആയിട്ടാണ് ബില്ലിൽ കാണുക. എന്നിട്ട് IGST പിന്നീട് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് വീതം വെച്ച് കൊടുക്കാറാണ് സെൻട്രൽ ഗവൺമെൻറ് പതിവ്. സോ ഇതാണ് നമ്മളുടെ ടാക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ അത് പ്ലേസ് ഓഫ് സപ്ലൈൻ്റെ മുകളിലാണ് തീരുമാനിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി ഇതിൽ ഓരോന്നും എങ്ങനെ സംഭവിക്കുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനിരിക്കുന്നത് ഒരു എക്സാമ്പിളിലൂടെ. അപ്പോൾ നമുക്ക് ആ എക്സാമ്പിളിലേക്ക് കടക്കാം. വിത്തിൻ ദ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇൻട്രാസ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമെന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് SGST CGST എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻട്രാസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് CGST SGST എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ബില്ല് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുക. ആ ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ ഒരു 3 ചാനലിലൂടെ നടക്കുന്ന ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു വേവർ ഉണ്ട്, ടെയിലർ ഉണ്ട്, റീറ്റെയിലർ ഉണ്ട്, എൻഡ് കൺസ്യൂമർ ഉണ്ട്. ഈ വേവർ ടെയിലർക്ക് വിൽക്കും സാധനം. ടെയിലർ അത് മാനുഫാക്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയിട്ട് റീറ്റെയിലർക്ക് വിൽക്കും. റീറ്റെയിലർ അതിൽ നിന്ന് പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് എൻഡ് കൺസ്യൂമർക്ക് വിൽക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ബില്ല് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യം ഇവിടെ വേവർ ടെയിലർക്ക് വിൽക്കുന്ന ട്രാൻസാക്ഷനിൽ ഒരു ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യും. വേവർ പ്രിപ്പയർ ചെയ്യുന്ന ഇൻവോയ്സ് ആണ്. ആ ഇൻവോയ്സിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ₹100. വേവറെ സംബന്ധിച്ചിടത്തോളം 100 രൂപയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് അടക്കമുള്ള മൂല്യമാണ് ഇത് പരിഗണിക്കുന്നത്. ആ മൂല്യം 100 രൂപയാണ്. ആ 100 രൂപയുടെ മുകളിൽ CGSTയും SGSTയും ചാർജ് ചെയ്യും, ടാക്സ് ചാർജ് ചെയ്യും ഈ മൂല്യത്തിൻ്റെ മുകളിൽ. ഇപ്പോൾ CGST SGST എന്നും കൂടി 20% ചാർജ് ചെയ്യുക. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സ് റേറ്റ് 20% നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. 10% വെച്ചിട്ട് CGSTയും SGSTയും ആയിട്ട് ചാർജ് ചെയ്യും. അതിൽ 10% വെച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് CGST 10ഉം SGST 10ഉം ചാർജ് ചെയ്ത് ടോട്ടൽ 120 രൂപ ടെയിലർ അടയ്ക്കണം. എന്നാലാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുക. അപ്പോൾ ടെയിലർ അടച്ചിട്ടുള്ള ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 100 രൂപയ്ക്കാണ് ഇയാൾക്ക് ഈ സാധനം കിട്ടിയിട്ടുള്ളത്. ഇനി ആ 120 രൂപയ്ക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചത് 120 രൂപയ്ക്കാണെന്നുണ്ടെങ്കിലും ഇതിൽ ഇയാളുടെ ആ ഗുഡ്സിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയാണ്. അപ്പോൾ അതിൽ ഈ 20 രൂപ ടാക്സ് അടച്ചത് ടെയിലർക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. അതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആ മെക്കാനിസത്തിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത്. അതായത് ഇയാൾ വേവർക്ക് അടച്ചിട്ടുള്ള ടാക്സ് എത്രയാണോ, വേവർക്ക് കൊടുത്തിട്ടുള്ള ടാക്സ് എത്രയാണോ അത് വേവർ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവരുടെ വിഹിതം റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വഴി കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള ആ പണം, ടാക്സ് അടച്ചിട്ടുള്ള പണം ടെയിലർക്ക് തിരിച്ചു കിട്ടും. ആ ടെയിലർക്ക് തിരിച്ചു കിട്ടുന്ന മെക്കാനിസത്തിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായിരുന്നാലും 120 രൂപക്ക് ടെയിലർ ഇത് വാങ്ങിച്ചു, 20 രൂപ വേവർ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 10 CGST ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇയാൾ അടയ്ക്കും, SGST ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അടയ്ക്കും. അത് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വീതം വെച്ചിട്ട് കൊടുക്കും. ദെൻ അതിൽ നിന്ന് ടെയിലർ പിന്നെ ആ പ്രൊഡക്റ്റിനൊന്ന് മാറ്റി ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയിട്ട് റീറ്റെയിലർക്ക് വിൽക്കുന്നു. അത് ആ സമയത്ത് കോസ്റ്റ് വരുന്നത്, ടെയിലറുടെ ലാഭം അടക്കം വരുന്നത് 200 രൂപയാണ്. ദെൻ CGST SGST ആയിട്ട് അതിൻ്റെ മുകളിൽ 20% വാങ്ങിക്കും. അതിൽ 10% CGSTയും SGST 10% ടാക്സ് ആണ്. അപ്പോൾ ആ ടാക്സ് വാങ്ങിക്കുന്ന സമയത്ത് ടോട്ടൽ ആ പ്രൊഡക്റ്റിൻ്റെ മൂല്യം 240 രൂപയായിരിക്കും. റീറ്റെയിലർ 240 രൂപയ്ക്കാണ് ഈ സാധനം ടെയിലർ അടുത്തുനിന്ന് വാങ്ങിക്കാം. അപ്പോൾ ടെയിലർ ഇവിടെ 40 രൂപ അധികം കളക്ട് ചെയ്തിട്ടുണ്ട് ടാക്സ് ആയിട്ട്. ആ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ്റിന് അടയ്ക്കണം. ഈ 40 അടയ്ക്കണോ? ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ടെയിലർ എന്ത് ചെയ്തിട്ടുണ്ട്? വേവർക്ക് ടാക്സ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ടാക്സ് കുറച്ചിട്ട് അടച്ചാൽ മതി. അപ്പോൾ അത് എത്രയാണ് കൊടുത്തത് എന്നുള്ളത് നോക്കാം. ആ കൊടുത്തിട്ടുള്ളത് 20 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 10 രൂപ CGST ആയിട്ട് കൊടുത്തതാണ്, 10 രൂപ SGST ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 എമൗണ്ടും ഇയാൾ കൊടുക്കാനുള്ള CGSTയിൽ നിന്നും ഇയാൾ കൊടുക്കാനുള്ള SGSTയിൽ നിന്നും കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇയാൾ കൊടുക്കാനുള്ള CGST എത്രയാണെന്നുള്ളത് ആദ്യം നോക്കാം. ഇയാൾ കൊടുക്കാനുള്ള CGST ഇപ്പം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള 20 രൂപയാണ് കൊടുക്കാനുള്ളത്. പക്ഷേ ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നേരത്തെ കൊടുത്ത 10 രൂപ കുറവ് കിട്ടും. അപ്പോൾ ഇയാൾ കൊടുക്കേണ്ടത് ഇനി 10 രൂപയാണ്. 20ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 10 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ 10 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിനെ ടെയിലർ ഏൽപ്പിക്കും. അതേപോലെ തന്നെ ഇനി SGSTയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ SGSTയുടെ കേസ് ടെയിലർ വാങ്ങിച്ചിട്ടുള്ളത് 20 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 10 രൂപ നേരത്തെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? SGST ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡിഡക്ഷൻ കിട്ടും.
ആ ഡിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 10 രൂപയിൽ നിന്ന് 20 രൂപയിൽ നിന്ന് 10 രൂപ കുറച്ച് കഴിഞ്ഞാൽ SGST പേ ചെയ്യേണ്ടി വരിക 10 രൂപയായിരിക്കും. സോ ആ 10 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അടയ്ക്കുകയും ചെയ്യും SGST ആയിട്ട്. അപ്പോൾ ഇവിടെ ഈ ഇൻവോയ്സിൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇത് ഇവിടെ രണ്ടാൾക്കും ഇപ്പം ടാക്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇയാൾക്ക് കിട്ടേണ്ടത് 100 രൂപയാണ്, 120 രൂപ കിട്ടിയിട്ടുണ്ട്. ആ അധികം കിട്ടിയത് ഗവൺമെൻറ്റിന് അടച്ചു. ടൈലർ വാങ്ങിച്ചത് 120 രൂപയ്ക്കാണ്, പക്ഷെ വിറ്റത് 240 രൂപയാണ്. അതിൽ 40 രൂപ അധികം വാങ്ങിച്ചിട്ടുണ്ട് ടാക്സ് ആയിട്ട്. നേരത്തെ കൊടുത്ത 20 രൂപ ഇവിടെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൈലർക്ക് ഇവിടെ പൈസ ഒന്നും വന്നിട്ടില്ല അധികമായിട്ട്, അല്ലെങ്കിൽ ടാക്സ് ഒന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ റീറ്റെയിലർക്കും അധികമായിട്ട് ക്യാഷ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, വരില്ല. ഫൈനൽ കൺസ്യൂമർക്കായിരിക്കും ഇതിൻ്റെ മുഴുവൻ ബേർഡനും ഉണ്ടാവുക. എത്രയാണോ ടാക്സ് അടയ്ക്കാനുള്ള അത്രയും ടാക്സ് ഫൈനൽ കൺസ്യൂമറെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങിക്കുക. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ദെൻ ഇനി റീറ്റെയിലർ വിൽക്കുന്ന സമയത്തുള്ള ട്രാൻസാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റീറ്റെയിലർ വിൽക്കുന്ന സമയത്ത് ടാക്സ് ഇൻവോയ്സ് സി, ഇവിടെ ട്രാൻസാക്ഷൻ സി നടക്കുന്ന ടാക്സ് ഇൻവോയ്സ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് റീറ്റെയിലർ വാങ്ങിച്ചത് 200 രൂപയ്ക്കാണ്. ടാക്സ് അടക്കം 240 എന്ന് പറയാം. ശരിക്കും ഇയാളെ ഇൻവെസ്റ്റ്മെന്റ് 200 വരുള്ളൂ. ഇയാൾ വിൽക്കുന്നത് 300 രൂപയ്ക്കാണ് പ്രോഫിറ്റ് അടക്കം. ഇനി ആ മൂല്യത്തിന് മുകളിൽ 20% പ്രോഫിറ്റ് ചാർജ് ചെയ്യുന്നു. 10% പ്രോഫിറ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നു. CGST ആയിട്ട് 10%, SGST ആയിട്ട് 10%. അപ്പോൾ 30 വന്നു കഴിഞ്ഞാൽ 360 രൂപയായിരിക്കും ടോട്ടൽ ടാക്സ് കൊടുക്കാൻ, ടോട്ടൽ എമൗണ്ട് എൻഡ് യൂസർ കൊടുക്കാനുണ്ടാവുക. ടാക്സ് കൊടുത്തിട്ടുണ്ടാവുക 60 രൂപയായിരിക്കും. ഈ 60 രൂപ ടാക്സ് റീറ്റെയിലർ എന്ത് ചെയ്യണം, ഗവൺമെന്റിന് അടയ്ക്കണം. എന്നാൽ 60 മുഴുവനായിട്ട് അടയ്ക്കണം ആവശ്യമില്ല. നേരത്തെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 40 ഗവൺമെന്റിന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് അടച്ചാൽ മതി. CGST ആയിട്ട് ഇയാൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള 20, ആ 20ൽ നിന്ന് ഇപ്പം കളക്ട് ചെയ്തിട്ടുള്ള 30ൽ നിന്ന് ആ 20 കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. സോ 10 രൂപ ഗവൺമെന്റിന് ഇയാൾ അടച്ചാൽ മതി. ദെൻ അതേപോലെ തന്നെ ഇയാൾ കളക്ട് ചെയ്തിട്ടുള്ള SGST ആയിട്ടുള്ള 30 രൂപയിൽ നിന്ന് 20 രൂപ കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. 10 രൂപ ഗവൺമെന്റിന് അടച്ചാൽ മതി. അങ്ങനെ ഇവിടെ നിന്ന് വേവർ 10 രൂപ ഗവൺമെന്റിന് അടച്ചിട്ടുണ്ട്. ടൈലർ 10 രൂപ ഗവൺമെന്റിന് അടച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റീറ്റെയിലർ 10 രൂപ ഗവൺമെന്റിന് അടച്ചിട്ടുണ്ട്. അങ്ങനെ SGST ആയിട്ട് മൊത്തം 30 രൂപ എൻഡ് കൺസ്യൂമർ അടുത്ത് നിന്ന് വാങ്ങിച്ചത് ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അത് ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും കുറേശ്ശെ ആയിട്ട് ഗവൺമെന്റിന് കിട്ടിയതാണ്. ഇനി അതേപോലെ തന്നെ CGSTയുടെ കേസിലും 10 രൂപ വേവർ അടുത്തുനിന്ന് കിട്ടി, 10 രൂപ ടൈലർ അടുത്തുനിന്ന് കിട്ടി, 10 രൂപ CGST ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് റീറ്റെയിലർ അടുത്തുനിന്നും കിട്ടി. ഇതിൻ്റെ എല്ലാം എമൗണ്ട് ആരാ അടച്ചത്, എൻഡ് കൺസ്യൂമർ ആണ് അടച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയാണ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നടക്കുന്നത്. ഇനി ഇത് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലോ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ഓർ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. ഇവിടെ സപ്ലൈ നടന്നിട്ടുള്ളത് 2 സ്റ്റേറ്റുകൾ തമ്മിലാണ് എന്നുണ്ടെങ്കിൽ അത് ഇന്റർ സ്റ്റേറ്റ് ആയിരിക്കും. ഇന്റർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് IGST ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടിമ്പർ മേക്കറും ഒരു ഫർണിച്ചർ മേക്കറും ഒരു ഫർണിച്ചർ റീറ്റെയിലറും ഫൈനൽ കൺസ്യൂമറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്. ടിമ്പർ മേക്കർ ഫർണിച്ചർ മേക്കറും ഒരേ സംസ്ഥാനത്തുള്ളവരാണ്. ഈ ഫർണിച്ചർ മേക്കറും ഫർണിച്ചർ റീറ്റെയിലറും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഉള്ളവരാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ട്രാൻസാക്ഷൻ വരുന്നത്, എങ്ങനെയായിരിക്കും ബില്ല് വരിക, എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സെറ്റ് ഓഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ ടാക്സുകൾ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊരു പ്രിലിമിനറി നോളജിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദെൻ ടിമ്പർ മേക്കർ ഫർണിച്ചർ മേക്കർക്ക് സാധനം വിൽക്കുന്ന സമയത്ത് ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യും. ആ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ എമൗണ്ട് തന്നെയാണ് ഇവിടെ ടാക്സ് ആയിട്ട് വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ അതേ എമൗണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ എക്സാമ്പിൾ ഉപയോഗിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് 100 രൂപ, 20% ടാക്സ്. SGST 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംഷൻ ആണ് കേട്ടോ. സോ SGST 10%, CGST 10% ആയിട്ട് കളക്ട് ചെയ്യുന്നു. കാരണം ഇത് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ 10 രൂപ വെച്ച് കളക്ട് ചെയ്യുന്നു. 120 രൂപയ്ക്കായിരിക്കും ഫർണിച്ചർ മേക്കർക്ക് വിറ്റിട്ടുണ്ടാവുക.
ആ ഫർണിച്ചർ മേക്കർക്ക് വിറ്റിട്ടുള്ള സാധനത്തിൽ 20 രൂപ അധികം കളക്ട് ചെയ്തത് ടാക്സ് ആണ്. ആ ടാക്സിലെ 10 രൂപ ആർക്ക് കൊടുക്കുന്നു? എസ് ജി എസ് ടി ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നു, ആര്? ടിമ്പർ മേക്കർ. ഇനി സി ജി എസ് ടി ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് 10 രൂപയും ടിമ്പർ മേക്കർ കൊടുക്കുന്നു. അപ്പോൾ അതുവഴി ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഈ ഫർണിച്ചർ മേക്കർ ആർക്ക് വിൽക്കുന്നു? ഫർണിച്ചർ റീറ്റെയിലർക്ക് വിൽക്കുന്നു. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് ബി പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് നേരത്തെ പറഞ്ഞ പോലെ 200 രൂപയായിട്ടുണ്ട്, പ്രോഫിറ്റ് അടക്കം. ഇവിടെ IGST ആണ് കളക്ട് ചെയ്യുക. കാരണം ഫർണിച്ചർ മേക്കറും ഫർണിച്ചർ റീറ്റെയിലറും 2 സംസ്ഥാനങ്ങളിൽ ഉള്ളവരാണ്. അപ്പോൾ SGST CGST എന്ന് പറഞ്ഞ് കളക്ട് ചെയ്യില്ല. IGST ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒന്നാകെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുക, 20%. അപ്പോൾ 40 രൂപ IGST ആയിട്ട് കൊടുത്തു. ടോട്ടൽ 240 രൂപ ഇപ്പോൾ കൊടുത്തു. എന്നിട്ട് ഫർണിച്ചർ മേക്കർ ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞു. ഇതിൽ 40 രൂപ IGST ആയിട്ടാണ് ആര് കളക്ട് ചെയ്തിട്ടുള്ളത്? ഫർണിച്ചർ മേക്കർ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാളെ കയ്യിൽ ഇയാൾ ഇനി സെൻട്രൽ ഗവൺമെന്റിനാണ് ഈ പൈസ അടയ്ക്കേണ്ടത്. നേരത്തെ സെൻട്രൽ ഗവൺമെന്റിന് ഇയാൾ എത്ര കൊടുത്തിട്ടുള്ളത്? 10 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഇനി സെൻട്രൽ ഗവൺമെന്റിന് എത്ര അടയ്ക്കണം എന്നുള്ളത് നോക്കണം. IGST പേയബിൾ 40 ആണ്, കൊടുക്കേണ്ടത് 40 ആണല്ലോ. ലെസ് CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ഇയാൾ നേരത്തെ കൊടുത്തു വെച്ചിട്ടുള്ള CGST ഉള്ളത് 10 രൂപയാണ്. ആ 10 രൂപ കുറയ്ക്കാം. അതേപോലെ തന്നെ IGST കൊടുക്കാനുള്ളതിൽ നിന്ന് SGST കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ SGST ഇയാൾ 10 രൂപ കൊടുത്തിട്ടുണ്ട്, അതും കുറച്ചെടുക്കാം. അപ്പം ഇയാൾ ടോട്ടൽ 20 രൂപ നേരത്തെ കൊടുത്തു വെച്ച ടാക്സ് ഉണ്ട്, അത് കുറച്ചെടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഇനി സെൻട്രൽ ഗവൺമെന്റിന് എത്ര അടച്ചാൽ മതി? 20 രൂപ അടച്ചാൽ മതി. ഈ രീതിയാണ് 2 സ്റ്റേറ്റുകൾ തമ്മിൽ ട്രാൻസ്ഫർ നടക്കുമ്പോൾ വരിക. ഇനി ഫർണിച്ചർ മേക്കർ ഇപ്പം 40 രൂപ IGST കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഫർണിച്ചർ മേക്കർ ഇത് ആർക്ക് വിൽക്കും? ഫൈനൽ കൺസ്യൂമർക്ക് വിൽക്കും. ഫൈനൽ കൺസ്യൂമർക്ക് വിൽക്കുന്ന സമയത്ത് എങ്ങനെ ട്രാൻസാക്ഷൻ ഉണ്ടാവുക? എങ്ങനെയായിരിക്കും? ടാക്സ് ഇൻവോയ്സ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് 300 രൂപയായിട്ടുണ്ട് വിൽക്കുന്ന സമയത്ത്, അയാളെ പ്രോഫിറ്റ് അടക്കം. ഇനി SGST 10%ഉം CGST 10% ആയിട്ടായിരിക്കും കളക്ട് ചെയ്യുക. കാരണം ഫർണിച്ചർ റീറ്റെയിലറും ഫൈനൽ കൺസ്യൂമറും സെയിം സ്റ്റേറ്റിൽ തന്നെയുള്ള ആളുകളാണ്. ഇവിടെ ടോട്ടൽ വാല്യൂ 360 രൂപയായിരിക്കും. ഇയാളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത് SGSTയും CGSTയും ആയിട്ടാണ്. അതിൽ SGST കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിനും CGST കൊടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിനുമാണ്. അപ്പോൾ ഇയാളുടെ പേയ്മെന്റ് എങ്ങനെയായിരിക്കും നോക്കാം. പേയ്മെന്റ് ഓഫ് SGST നമുക്ക് ആദ്യം പരിഗണിക്കാം. പേയ്മെന്റ് ഓഫ് SGST ഇയാൾ കൊടുക്കാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് 30 രൂപയാണ്. കാരണം ഇവിടെ കളക്ട് ചെയ്തത് 30 രൂപയാണ്. നമുക്ക് ആദ്യം പരിഗണിക്കേണ്ടത് CGST ആണ്. ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. CGST ആണ് ആദ്യം പരിഗണിക്കുന്നത്. പേയ്മെന്റ് ഓഫ് CGST സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ആദ്യം പരിഗണിക്കേണ്ടത്. CGST കൊടുക്കാനുള്ളത് 30 രൂപയാണ്. ആ 30 രൂപയിൽ നിന്ന് ലെസ് CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇയാൾക്ക് CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടോ നോക്കാം. CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇയാൾക്ക് ഇല്ല. കാരണം ഇയാൾ വാങ്ങിച്ചിട്ടുള്ളത് IGST കൊടുത്തിട്ടാണ്. സോ IGST നമുക്ക് ഇവിടെ ലെസ് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റാണ്. IGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്തെടുക്കാം. അപ്പോൾ 30 രൂപ ഇയാൾ CGST പേയബിൾ ആയിട്ടുണ്ട്. 30 രൂപ ഇയാൾ IGST 40 രൂപ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 30 രൂപ നമുക്ക് ഇവിടെ കുറച്ചെടുക്കാം. 0 ആയിരിക്കും CGST പേ ചെയ്യാനുള്ളത്. സെൻട്രൽ ഗവൺമെന്റിന് ഒന്നും പേ ചെയ്യാനില്ല. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേസിലോ, സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ളത് 30 രൂപയാണ്. ഇന്ന് നമുക്ക് ഇവിടെ IGSTയിൽ നിന്ന് ബാക്കിയുള്ളത് ഇവിടെ നിന്ന് 40 നിന്ന് 30 എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് 10 രൂപയാണ്. ആ 10 രൂപ കൂടി കുറച്ച് കഴിഞ്ഞാൽ SGST കൊടുക്കാനുണ്ടാവുക 20 രൂപയായിരിക്കും. സോ ഇവിടെ പേയ്മെന്റ് ഓഫ് SGST നടക്കുക 20 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന് ആരടയ്ക്കണം? ഫർണിച്ചർ റീറ്റെയിലർ അടയ്ക്കണം. അപ്പൊ ഇവിടെ അവസാനം ടാക്സ് ഇൻവോയ്സിൽ SGST ആയിട്ട് 30 രൂപ ഫൈനൽ കൺസ്യൂമർ അടച്ചിട്ടുണ്ട്. CGST ആയിട്ട് 30 രൂപ ഫൈനൽ കൺസ്യൂമർ അടച്ചിട്ടുണ്ട്. ഈ എമൗണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കണം. അപ്പം ആദ്യം നോക്കാം. ടിമ്പർ മേക്കർ CGST ആയിട്ട് 10 രൂപയും SGST ആയിട്ട് 10 രൂപയും സ്റ്റേറ്റ് ഗവൺമെന്റിന് അടച്ചിട്ടുണ്ട്. അപ്പോൾ ആ CGST SGSTയിൽ നിന്നും അത്രയും എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞ് ഇനി 20 രൂപയാണ് ബാക്കിയുള്ളത്. അതിൽ ഫർണിച്ചർ മേക്കർ IGST ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെന്റിന് 20 രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 20ഉം 10ഉം കൂടി കഴിഞ്ഞാൽ ഈ 30 രൂപ ഫൈനൽ കൺസ്യൂമർ അടുത്ത് നിന്ന് കളക്ട് ചെയ്തത് ആർക്ക് കിട്ടി? സെൻട്രൽ ഗവൺമെന്റിന് കിട്ടി. ഇനി
ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അവസാനം ഇവിടെ നേരത്തെ 10 രൂപ ആരടച്ചിട്ടുണ്ട്? ടിമ്പർ മേക്കർ സ്റ്റേറ്റ് ഗവൺമെന്റിന് അടച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 20 രൂപ കൂടിയാണ് കൊടുക്കാനുള്ളത്. ആ 20 രൂപ ആര് കൊടുക്കും? ഫർണിച്ചർ മേക്കർ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും. ഫർണിച്ചർ റീറ്റെയിലർ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും. അപ്പോൾ അതോട് കൂടിയിട്ട് ഇവിടെ ഫൈനൽ കൺസ്യൂമർ അടുത്ത് നിന്ന് എത്രയാണോ വാങ്ങിച്ചത് അത്രയും തുക സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് എത്തും. അപ്പോൾ എത്തുന്ന രീതി ഇങ്ങനെയാണ്. ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തും ടാക്സ് ചെയ്യപ്പെടുന്ന രീതിയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാല്യൂ അഡീഷൻ ടാക്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റ് പോലെ തന്നെ ടാക്സ് ചെയ്യപ്പെടുന്നതാണ്. ഓരോ വാല്യൂ ആഡ് ചെയ്യപ്പെടുമ്പോഴും അതിൻ്റെ മുകളിലാണ് ടാക്സ് ചെയ്യപ്പെടുന്നത്. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴുമാണ് ടാക്സ് ചെയ്യപ്പെടുന്നത്. സോ ഇവിടെ നിന്ന് 100 രൂപയുടെ സാധനം 200 രൂപയിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് ടാക്സ് ചെയ്യപ്പെട്ടു. 200 രൂപയുടെ സാധനം പിന്നെയും മൂല്യം വർദ്ധിച്ച സമയത്ത് വിൽക്കുന്ന സമയത്ത് അവിടെയും ടാക്സ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തുമാണ് ഈ GST മോഡലിൽ ടാക്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഇന്റർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടാക്സ് ചെയ്യാന്നുള്ളതും ഇൻട്രാ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടാക്സ് ചെയ്യാന്നുള്ളതും ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു എക്സാമ്പിളാണ്.